ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വചനം, തിരുവചനം ശ്രവിക്കുന്ന ഓരോ സഹോദരൻ്റെയും സഹോദരിയുടെ മനസ്സിലേക്ക്, ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും ദൈവവചനത്തിൻ്റെ ശക്തിയാലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സെമിനാരിയിൽ തത്വശാസ്ത്രം പഠിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഹൈന്ദവ തത്വശാസ്ത്രം പഠിച്ചപ്പോൾ പരിചയപ്പെട്ട ഇന്ത്യൻ ഫിലോസഫിയുടെ തലതൊട്ടപ്പനെന്ന് വിളിക്കാവുന്ന ശങ്കരാചാര്യർ, അന്ന് മനസ്സിൽ പതിഞ്ഞ ശങ്കരാചാര്യരെ കുറിച്ചുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പഠനം, ശങ്കരാചാര്യർ ഇങ്ങനെ പഠിപ്പിച്ചു അത്രേ: മായ 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 മായ, സർവ്വതും മായ. പിന്നെ യഥാർത്ഥമായിട്ടുള്ളത് എന്താണ്? ഈ ലോകത്ത് കാണുന്നതെല്ലാം മായയാണ്. ദ റിയാലിറ്റി ഈസ് നത്തിങ് ബട്ട് ബ്രഹ്മൻ അലോൺ ഈസ് റിയൽ. അദ്ദേഹം പഠിപ്പിച്ചത് ഈ ലോകത്ത് കാണുന്നത് മുഴുവൻ മായയാണ്. അദ്ദേഹം പറഞ്ഞു, ദൈവം മാത്രമാണ് യഥാർത്ഥമായിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം തന്നോട് തന്നെ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഈ ദൈവത്തെ എവിടെ കണ്ടെത്താൻ സാധിക്കും? ഇപ്പം മായാമായ, സർവ്വതും മായ, യഥാർത്ഥമായിട്ടുള്ളത് ദൈവം മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തെ മനുഷ്യന് എവിടെ കണ്ടെത്താൻ സാധിക്കും? അതിനാണ് അദ്ദേഹത്തിൻ്റെ ലോക പ്രശസ്തമായ തത്വശാസ്ത്രം അഹം ബ്രഹ്മാസ്മി. നീ നിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഈ ഹൈന്ദവ തത്വചിന്തയുടെ തലതൊട്ടപ്പനായ ശങ്കരാചാര്യർ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശങ്കരാചാര്യർ തന്നെ ഒരിക്കൽ അബദ്ധത്തിലായ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ശങ്കരാചാര്യർ, മഹാനായ ശങ്കരാചാര്യർ വലിയ തത്വചിന്തകനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു തെരുവീതിയിലൂടെ പോകുമ്പോൾ പെട്ടെന്നൊരു ചണ്ടാളൻ എതിരെ വരികയാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ചണ്ടാളൻ ആരാണെന്ന് അറിയില്ല. സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽപ്പെട്ട ഒരു വ്യക്തി. ഈ ചണ്ടാളനെ കണ്ടപാടെ ശങ്കരാചാര്യർ ഉറക്കെ വിളിച്ചു പറഞ്ഞു, വഴിമാറു വഴിമാറു വഴിമാറു. ഉടനെ ഈ ചണ്ടാളൻ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക. വളരെ ലളിതമായ ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: വഴിമാറേണ്ടത് ഞാനാണോ അതോ എൻ്റെ ഉള്ളിലെ ഈശ്വരനാണോ? വഴിമാറേണ്ടത് ഞാനാണോ അതോ എൻ്റെ ഉള്ളിലെ ഈശ്വരനാണോ? മഹാനായ ശങ്കരാചാര്യർ പകച്ചുപോയെന്നാണ് കഥ പറയുന്നത്. നമുക്കറിയാം, വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിനക്കറിയില്ലേ എന്നാണ് പൗലോസ് ചോദിക്കുന്നത്. 2 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്: നാം ഓരോരുത്തരും ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. നാം ഓരോരുത്തരും പള്ളിയാണ്, ദേവാലയമാണ്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. ഗോഡ് ഈസ് ഇമ്മാനുവൽ, ദൈവം നമ്മോടുകൂടെ. അപ്പം ഈ ദൈവത്തെ ഏറ്റവും ആദ്യം തേടേണ്ടത് നമ്മുടെ ഉള്ളിലാണ്. 1 കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 19 മുതൽ 20 വരെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അപ്പം യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന്
നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്ന് പൗലോസ്ലീഹ ചോദിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പൊ നാം നമ്മുടെ സ്വന്തമല്ല, ദൈവത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ ദൈവത്തിൻ്റെ തിരുഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായ രീതിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും. 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16 മുതൽ 17 വരെ വീണ്ടും പൗലോസ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോൾ ഓരോ ക്രൈസ്തവനും ഓരോ ദിവസവും തിരിച്ചറിയേണ്ട രഹസ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ ഒരു തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ ഓരോ ക്രൈസ്തവൻ്റെയും വിളി. തിന്മകളിൽ നിന്നും പാപത്തിൽ നിന്നും അകന്നു നിൽക്കാൻ ഈ ഒരു തിരിച്ചറിവാണ് നമ്മെ സഹായിക്കുന്നത്. വചനം തുടർന്ന് പറയുകയാണ്, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്. അപ്പം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ നമ്മുടെ ശരീരം പരിശുദ്ധമാണെന്ന് പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലയത്തിന് യോജിച്ച വിധം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള വഴിയാണ് വചനത്തിലൂടെ നമ്മൾക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്നത് ദൈവസ്നേഹവും പരസ്നേഹവും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് 1000 വട്ടം ആർത്ത് വിളിക്കുന്നവരല്ല ദൈവത്തിൻ്റെ മുൻപിൽ പ്രീതിയുള്ളവരായി തീരുന്നത്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ തിരുഹിതം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ജീവിക്കാനാണ്. ഒരിക്കലൊരു ഗുരു ചോദിച്ചു, മക്കളെ നേരം പുലരുന്നത് എപ്പോഴാണ്? അപ്പോൾ ഒരു കുട്ടി ചാടി വീണ് പറഞ്ഞു, നേരം പുലരുന്നത് കോഴി കൂകുമ്പോഴാണ്. വേറൊരു കുട്ടി പറഞ്ഞു, സൂര്യൻ ഉദിക്കുമ്പോൾ. ഗുരു പറഞ്ഞു, അല്ല, എൻ്റെ മക്കളെ, വെളിച്ചമുണ്ടാകുന്നത്, നേരം പുലരുന്നത്, അങ്ങ് അകലെ നിൽക്കുന്ന ആ മനുഷ്യൻ എന്ന് നിനക്ക് നിന്റെ സഹോദരനാണെന്ന് തോന്നുന്നുവോ അപ്പോഴാണ് നേരം പുലരുന്നത്, അപ്പോഴാണ് വെളിച്ചമുണ്ടാകുന്നത്. അപ്പം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള തിരിച്ചറിവ് മറ്റുള്ള ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവം വസിക്കുന്നുവെന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കും. ഈ തിരിച്ചറിവാണ് നമ്മളെ പരസ്പരം സ്നേഹിക്കാൻ, കരുണ കാണിക്കാൻ, നീതി പ്രവർത്തിക്കാൻ, കരുണയോടെ ജീവിക്കാൻ, ക്ഷമിക്കാൻ, തോറ്റുകൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ നമുക്ക് ശക്തി നൽകുന്നത്. ഫ്രാൻസിസ് പാപ്പ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അഭിഷേകം ചെയ്യപ്പെടാൻ നാം അഭിഷേകമുള്ളവരായി മാറണം. മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ ആദ്യം ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം. ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനും ഈ ലോകത്തെ വിശുദ്ധീകരിക്കാനും സാധിക്കുകയുള്ളൂ. ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിർമ്മലമായും വിശുദ്ധമായും കാത്തുസൂക്ഷിക്കാൻ നമ്മെ സഹായിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവില്ലാത്തവരാണ് കൊടും പാപങ്ങളിൽ പെടുന്നത്, കൊട്ടേഷൻ സംഘങ്ങളിൽ ചെന്ന് പെടുന്നത്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നത്. ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെന്നും എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ സഹോദരങ്ങളുടെയും അയൽവാസികളുടെയും നാനാജാതി മതസ്ഥരുടെയും ഉള്ളിലും ദൈവം വസിക്കുന്നുവെന്നൊരു തിരിച്ചറിവ്. ഈ ഒരു തിരിച്ചറിവില്ലാത്തവൻ സ്വന്തം ശരീരത്തെ മലിനപ്പെടുത്തുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരങ്ങൾ ജഡമോഹങ്ങൾക്ക് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണവും ഈ ഒരു തിരിച്ചറിവില്ലായ്മയാണ്. എൻ്റെ ശരീരത്തിൽ
എൻ്റെ മനസ്സിൽ കർത്താവായി ഈശോ വസിക്കുന്നു, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ആ തിരിച്ചറിവ് ലഭിക്കുമ്പോൾ നാം ഒരിക്കലും നമ്മുടെ ജഡമോഹങ്ങൾക്ക് അടിമപ്പെടുകയില്ല. അപ്പം നമ്മുടെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കേണ്ടവരാണ് നാം എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പയായി തീർന്ന ഉടനെ തൻ്റെ സ്വപ്നം ഇങ്ങനെ പങ്കുവയ്ക്കുകയുണ്ടായി. ഞാൻ ആഗ്രഹിക്കുന്ന സഭ എ വിറ്റ്നസിങ് ചർച്ച് എന്നാണ് വിളിച്ചത്. അതായത് സാക്ഷ്യം നൽകാൻ കഴിവുള്ള സഭ. സാക്ഷ്യം നൽകാൻ കഴിയുന്നത് തൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ സാക്ഷ്യപ്പെടുത്താനാണ്. അപ്പൊ സാക്ഷ്യം നൽകാൻ എ വിറ്റ്നസിങ് ചർച്ച്, സാക്ഷ്യം നൽകാൻ കഴിയുന്ന ഒരു സഭയെക്കുറിച്ചാണ് ഫ്രാൻസിസ് പാപ്പ സ്വപ്നം കണ്ടത്. രണ്ടാമത് ആൻ ഔട്ട് ഗോയിങ് ചർച്ച്, മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുന്ന സഭ. ഇപ്പൊ യേശു എൻ്റെ ഉള്ളിലുണ്ട്, ദൈവം എന്നിൽ വസിക്കുന്നുവെന്ന് തിരിച്ചറിയാത്ത സഭയ്ക്ക് ഒരിക്കലും മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് വേദനിക്കുന്നവരിലേക്ക്, സങ്കടപ്പെടുന്നവരിലേക്ക്, നിരാശയിൽ കഴിയുന്നവരിലേക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ പറ്റില്ല. ഫ്രാൻസിസ് പാപ്പ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായിക്കൊണ്ട് തൻ്റെ സ്വപ്നം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന സഭ ആൻ ഔട്ട് ഗോയിങ് സഭ. അപ്പൊ ദൈവമില്ലാത്ത, ദൈവത്തെ തിരിച്ചറിയാത്ത ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ഒരു ഔട്ട് ഗോയിങ് ചർച്ചിൻ്റെ ഭാഗമാകാൻ സാധിക്കില്ല. മൂന്നാമത് ഫ്രാൻസിസ് പാപ്പ തൻ്റെ സ്വപ്നം പങ്കുവെക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന സഭ എ ഫോർഗിവിങ് ചർച്ചാണ്, ക്ഷമിക്കുന്ന. അപ്പൊ ദൈവം ഉള്ളിലുള്ളവന് മാത്രമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ. ദൈവം ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിവുള്ള ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയോട് ക്ഷമിക്കാൻ സാധിക്കും. ദൈവം തൻ്റെ ഉള്ളിലും ഭർത്താവിൻ്റെ ഉള്ളിലുമുണ്ട് എന്ന് തിരിച്ചറിവുള്ള ഒരു ഭാര്യയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ ഭർത്താവിനോട് ക്ഷമിക്കാൻ സാധിക്കും, തൻ്റെ മക്കളോട് ക്ഷമിക്കാൻ സാധിക്കും, ബന്ധുമിത്രാദികളോട് ക്ഷമിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന സഭയെന്ന് പറയുന്നത് എ ഫോർഗിവിങ് ചർച്ചാണ്, ക്ഷമിക്കുന്ന സഭയാണ്. നാലാമത് എ വൈബ്രന്റ് സഭ. ദൈവമുള്ള സഭയെന്ന് പറയുന്നത് വളരെ വൈബ്രന്റ്, ജീവനുള്ള സഭയാണ്. യേശു ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ്, ആ ജീവനാണ് ഒരു സഭാവിശ്വാസിക്ക് ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്നത്. അവൻ്റെ കണ്ണുകൾ കാണുമ്പോൾ, അവൻ്റെ മുഖം കാണുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, മകനെ നിന്റെ പ്രത്യേകത എന്താണ്, നിന്റെ കുടുംബത്തിൻ്റെ ശക്തി എന്താണ്? ഒരു വൈബ്രന്റ് സഭ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തും, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ജനിച്ചു, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഒരു വൈബ്രന്റ് സഭയെന്ന് പറയുന്നത് നിരന്തരം കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന സഭയാണ്. ഏറ്റവും അവസാനം ഫ്രാൻസിസ് പാപ്പ സ്വപ്നം കാണുകയാണ്, എ ചർച്ച് ഫോർ ദ പുവർ പീപ്പിൾ ഓഫ് ദ പുവർ. പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള, പാവപ്പെട്ടവരുടേതാണ് സഭ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നവന് മാത്രമാണ് മറ്റുള്ളവരുടെ വേദനകൾ, മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ദാരിദ്ര്യങ്ങൾ, അവരുടെ കടബാധ്യതകൾ, അവരുടെ സങ്കടങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഫ്രാൻസിസ് പാപ്പ ആഗ്രഹിക്കുന്ന സഭ ഇങ്ങനെ മറ്റുള്ളവരുടെ വേദനകളും സങ്കടങ്ങളും തിരിച്ചറിയുന്ന പാവപ്പെട്ടവൻ്റെ സഭ, പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പാവപ്പെട്ടവരുടെ സഭയെയാണ് ഫ്രാൻസിസ് പാപ്പ സ്വപ്നം കാണുന്നത്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി നമ്മുടെ വിശ്വാസത്തെ ഒന്ന് വിചിന്തനം ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. നാം യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളാണോ? ദൈവത്തെ ശരിക്കും തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം പലപ്പോഴും അഭിമാനിക്കാറില്ലേ, ഞാൻ യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസിയാണെന്ന്,
ഇതാ യാക്കോബ് ശ്ലീഹ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. 2 യാക്കോബ് 19 വാക്യം, പലരുടെയും വിശ്വാസം പിശാചിന്റെ വിശ്വാസം പോലെയാണ്. പിശാചിനറിയാം ദൈവമുണ്ടെന്ന്, എന്നാൽ പാപം ഉപേക്ഷിക്കില്ല. നമ്മുടെ പലരുടെ അവസ്ഥ അതാണ്. നമുക്കറിയാം ദൈവമുണ്ടെന്ന്, എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നുണ്ടെന്ന്. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ്. പരിശുദ്ധ കുർബാനയിലൂടെ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നമുക്കറിയാം. സാത്താനും അറിയാം ദൈവമുണ്ടെന്ന്, എന്നാൽ സാത്താൻ പാപം ഉപേക്ഷിക്കില്ല. ഇതേപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ. ദൈവമുണ്ടെന്ന് നമുക്കറിയാം, ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു, എന്നാൽ പാപം ഉപേക്ഷിക്കാൻ നാം തയ്യാറല്ല. സാത്താൻ പാപം ഉപേക്ഷിക്കാൻ മനുഷ്യനെ അനുവദിക്കുകയുമില്ല. ഇതുപോലെയാണ് നാം ഓരോരുത്തരും. നാം പാപം ഉപേക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ പലപ്പോഴും പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണ് നാം. നമ്മുടെ പലരുടെ സ്ഥിതി അതാണ് പലപ്പോഴും മദ്യപിക്കാൻ നമുക്ക് മടിയില്ലാത്തത്, പലിശയ്ക്ക് കൊടുക്കാൻ മടിയില്ലാത്തത്. രോഗങ്ങളും കഷ്ടതകളും വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാതെ മന്ത്രവാദങ്ങളുടെ അടുത്തും കൂടോത്രങ്ങളുടെ അടുത്തും തന്ത്രങ്ങളുടെ അടുത്തും ആഭിചാരങ്ങളുടെ അടുത്തും പോകാൻ കാരണം പിശാചിൻ്റേത് പോലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. പിശാചിനും അറിയാം ദൈവമുണ്ടെന്ന്, എന്നാൽ ആ ദൈവത്തിൽ ആശ്രയിക്കാതെ പാപത്തിൽ ജീവിക്കാൻ, സുഖത്തിൽ ജീവിക്കാനായിട്ട് നാം പുറപ്പെടുകയാണ്. ദൈവത്തിൻ്റെ കൃപ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. റോമ 10:9 ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, യേശുക്രിസ്തു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ദൈവം ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഈ ഒരു വചനം ശക്തമായ വചനമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷ പ്രാപിക്കും. ഈ ഒരു വിളിയുടെ തിരിച്ചറിവാണ് നമ്മുടെ ഷെവലിയർ ബെന്നി പുന്നത്തർ അദ്ദേഹത്തിൻ്റെ പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകത്തിൽ തൻ്റെ മറ്റെല്ലാ ജോലിയും മറ്റുമെല്ലാം മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് തൻ്റെ ബാങ്ക് ഉദ്യോഗസ്ഥയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചുവെന്ന് പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈ ഒരു തിരിച്ചറിവാണ് അധരങ്ങൾ കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റുപറയുവാനും ദൈവം യേശുവിനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ താൻ രക്ഷ പ്രാപിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസം. പ്രിയപ്പെട്ടവരെ, യാക്കോബ് ശ്ലീഹ വീണ്ടും വരികയാണ്. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിനാൽ തന്നെ നിർജീവമാണ്. അപ്പൊ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുകയും ദൈവം തൻ്റെ ഹൃദയത്തിലുണ്ടെന്ന് തിരിച്ചറിവ് നേടിയിട്ടും അതിനുവേണ്ടി പരിശ്രമിക്കാത്തവര്, ജീവിതം മാറ്റിവെക്കാത്തവര്, ആ വിശ്വാസം അതിനാൽ തന്നെ നിർജീവമാണ്. ആ വിശ്വാസത്തിന് ഫലമുണ്ടാവില്ല. അപ്പൊ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ, അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഉതകുന്നതാകണം. അതുകൊണ്ടാണ് പ്രവൃത്തി ഇല്ലാത്ത വിശ്വാസം അതിനാൽ തന്നെ നിർജീവമാണ്. അപ്പോൾ നമ്മുടെ പലരുടെയും വിശ്വാസം ഒരു പക്ഷേ പലപ്പോഴും ശക്തിയില്ലാതായി മാറുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ ശുശ്രൂഷകൾക്ക് ബലം കിട്ടാത്തത്. നമ്മുടെ ശുശ്രൂഷകൾക്ക് ബലം കിട്ടണമെങ്കിൽ വിശ്വാസമനുസരിച്ച് നമ്മുടെ പ്രവർത്തികളെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല, സ്നേഹത്തിലുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നത് പോലെ
ഒരു ക്രിസ്ത്യാനിയുടെ മുഖമെന്ന് പറയുന്നത് കരുണയുടെ മുഖമാണ്. ദൈവത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ദൃഢമായ സന്ദേശം കരുണയാണ്. അപ്പൊ കരുണയും സ്നേഹവും ദയയും എളിമയും വിശുദ്ധിയും തൻ്റെ പ്രവൃത്തികളിലൂടെ കാണിക്കാത്തവൻ ഒരു ക്രിസ്തീയ വിശ്വാസിയല്ല. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നതിനോടൊപ്പം തന്നെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ, നാം രക്ഷ പ്രാപിക്കുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവൃത്തികളിൽ അതിൻ്റെ ഫലമുണ്ടാകണം. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും കർത്താവായ യേശുക്രിസ്തുവിനും ദൈവവചനത്തിനും സാക്ഷ്യം നൽകുന്നതാകണം, ജീവനുള്ളതാകണം. പാവപ്പെട്ടവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ആശ്വാസം കൊടുക്കുന്നതാകണം നമ്മുടെ വിശ്വാസം. ആചാരങ്ങളല്ല, ദൈവത്തിൻ്റെ കരുണയാണ് വിലയുള്ളത്. സ്പേ സാൽവി എന്ന അപ്പോസ്തലിക പ്രബോധനത്തിൽ ബെനഡിക്റ്റ് പാപ്പ 5 ദൈവീക ഭാവങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ദൈവം എൻ്റെ ഉടമസ്ഥനാണ്, എനിക്കുള്ളതെല്ലാം ദൈവം തന്നതാണ്. വാട്ട് ഐ ആം ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്, വാട്ട് ഐ ബിക്കം ഈസ് ദ ഗിഫ്റ്റ് ബാക്ക് ടു ഗോഡ്. ഒരു മരുഭൂമിയിലുള്ള ലെറ്റർ എന്നുള്ള ഒരു ലേഖനത്തിലുള്ളതാണ്. വാട്ട് ഐ ആം ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്, വാട്ട് ഐ ബിക്കം ഈസ് ദ ഗിഫ്റ്റ് ബാക്ക് ടു ഗോഡ്. അപ്പൊ നമുക്ക് ദൈവം നൽകിയിട്ടുള്ളത് ആണ് നമ്മുടെ ജീവിതം, നമ്മുടെ വിശ്വാസം, നമ്മുടെ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം പാടുന്നത്, കർത്താവാണ് എൻ്റെ ഇടയൻ, ദൈവമാണ് എൻ്റെ ഇടയൻ. ഈ ഒരു അനുഭവമാണ് എൻ്റെ ഉടമസ്ഥൻ ദൈവമാണെന്നുള്ള ബോധ്യത്തിലേക്ക്. ഇന്ന് ഈ വിചിന്തനത്തിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? രണ്ടാമത് ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിക്കുകയാണ്, ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന ജോബിൻ്റെ മനോഭാവമായിരിക്കണം ഒരു ക്രൈസ്തവ വിശ്വാസിയുടേത്. ജീവിതത്തിൽ തകർച്ചകളും വിഷമതകളും വരുമ്പോൾ തകർന്ന് തരിപ്പണമാകേണ്ടവരല്ല, നേരെ മറിച്ച് ജോബിൻ്റെ ദൈവശാസ്ത്രം ജീവിതത്തിൽ പകർത്തേണ്ടവരാണ്. കടപ്പാടോടും കൃതജ്ഞതയോടും കൂടി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം തിരുവചനം എന്ന ഈ ശുശ്രൂഷയുടെ ഇന്നത്തെ ഈ സമാപനത്തിലേക്ക് വരുമ്പോൾ ബെനഡിക്റ്റ് പാപ്പ പഠിപ്പിച്ച ആ 4ഉം 5ഉം കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപയാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ മുഖമുദ്ര. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപയാണ് ഒരു ക്രൈസ്തവൻ്റെ വിളി. 5ാമത്, ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപ, ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കാനുള്ള ഒരു കൃപ. അപ്പം ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്, ദൈവത്തിൻ്റെ ആലയമാണ് നാം ഓരോരുത്തരും എന്ന തിരിച്ചറിവാണ് ഒരു ക്രിസ്ത്യാനിയെ യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കണ്ണുകളും നമ്മുടെ ഹൃദയവും ദൈവത്തിൻ്റെ മുൻപിലേക്ക് നമുക്ക് ഉയർത്താം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയെ തിരിച്ചറിയാൻ, അങ്ങയുടെ ശക്തി തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ തിരിച്ചറിവിലൂടെ സകലവിധ തിന്മകളും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഇടമായിട്ട് മാറട്ടെ. തിന്മകളും രോഗങ്ങളും അസ്വസ്ഥതകളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.